നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സുമാണ്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പഴശ്ശി കലാപമാണ്. പഴശ്ശി കലാപം തെറ്റായ നികുതി നയം. ഓപ്ഷൻ ബി കുറിച്യ കലാപം ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടൽ. ഓപ്ഷൻ സി മാപ്പിള കലാപം കർഷകരുടെ അസംതൃപ്തി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനും ശരിയാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം തന്നെ ശരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ട്സ് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടമാണ് പഴശ്ശി കലാപം. കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടം അറിയപ്പെടുന്നത് പഴശ്ശി കലാപം എന്നാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്താൻ പഴശ്ശി രാജാവിനെ സഹായിച്ചവരാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു എന്നിവർ. വയനാട്ടിലെ ഗോത്രജന വിഭാഗങ്ങളായ കുറിച്യരും കുറുമ്പരും 1812 മാർച്ചിൽ രാമനമ്പിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം അറിയപ്പെടുന്നത് കുറിച്യ കലാപം എന്നാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവാണ് രാമനമ്പി. കുറിച്യ കലാപം നടന്ന വർഷം 1812 ആണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർന്ന കലാപമാണ് കുറിച്യ കലാപം. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങളാണ് മലബാർ കലാപം, മാപ്പിള ലഹള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. മലബാർ കലാപം നടന്ന വർഷം 1921 ആണ്. ഏത് കലാപത്തോട് അനുബന്ധിച്ച് നടന്നതാണ് പൂക്കോട്ടൂർ യുദ്ധം? പൂക്കോട്ടൂർ യുദ്ധം നടന്നത് മലബാർ കലാപത്തോടനുബന്ധിച്ചാണ്. മാപ്പിള കലാപം അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപം അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ അറിയപ്പെടുന്നത് ലോഗൻ കമ്മീഷൻ എന്നാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് മാറുമറിക്കാനുള്ള അവകാശത്തിനായി മലബാറിലെ ചാന്നാർ സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ് ചാന്നാർ ലഹള. രണ്ടാമത്തെ ഓപ്ഷൻ 1859 ചാന്നാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ലഭിച്ചു. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 1 തെറ്റ്. ഓപ്ഷൻ ബി 2 തെറ്റ്. ഓപ്ഷൻ സി 2ഉം ശരി. ഓപ്ഷൻ ഡി 2ഉം തെറ്റ്. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1 മാത്രമാണ് തെറ്റ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി മലബാറിലെ ചാന്നാർ സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ് ചാന്നാർ ലഹള എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കാം. ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നിവ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മഹാരാജാവ്. അടുത്ത ചോദ്യം, കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ വർഷം. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ വർഷമാണ് 1791. 1791. ഓപ്ഷൻ എ 1791 കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ വർഷം. അടുത്തത് നോക്കാം. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത്. അപ്രകാരം മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നു. 1800
മലബാറും കൊച്ചിയും മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാകുന്നു? 1800 മലബാറും കൊച്ചിയും മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാകുന്നത്. 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യ രാജ്യമായി മാറി. 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സൈനിക സഖ്യ രാജ്യമായി മാറി. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവന ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? 1925 നവംബർ 3 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെയുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. ഒന്നുകൂടെ വായിക്കാം. 1925 നവംബർ 3 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെയുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. ഇത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. കൺഫ്യൂഷൻ വരാവുന്നൊരു ചോദ്യമാണ്. 1925 നവംബർ 3 കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ബാക്കി റോഡുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ്. മാറിപ്പോകരുത്. നോക്കാം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ നോക്കാം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30 1924 മാർച്ച് 30 വൈക്കത്ത് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരാണ് 1924 മാർച്ച് 30 വൈക്കത്ത് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി 2ാമതായി കേരളം സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ് ഗാന്ധിജി 2ാമതായി കേരളം സന്ദർശിക്കുന്നത്. കേരളം സന്ദർശിച്ച വർഷമാണ് 1925. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. തുടങ്ങിയപ്പോൾ ശ്രീമൂലം തിരുനാളും സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായിയുമായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് E.V. രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് E.V. രാമസ്വാമി നായ്ക്കറാണ്. സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് മന്നത്ത് പത്മനാഭനാണ്. അത് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു. സവർണ ജാഥയിലെ അംഗങ്ങൾ നിവേദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായിയാണ്. സവർണ ജാഥയിലെ അംഗങ്ങൾ നിവേദനം നൽകിയത് റാണി സേതു ലക്ഷ്മിബായിക്കാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലീഡൻ. മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കുന്നത് ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലീഡൻ ആണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടുവും വ്യാകരണവും തയ്യാറാക്കിയ അർണോസ് പാതിരിയുടെ യഥാർത്ഥ പേരാണ് ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലീഡൻ എന്നത്. അപ്പോൾ അർണോസ് പാതിരിയുടെ യഥാർത്ഥ പേരാണ് ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലീഡൻ. ആദ്യമായി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയാണ് ബെഞ്ചമിൻ ബെയ്ലി. ആദ്യമായിട്ട് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയ വ്യക്തി ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം ആരംഭിച്ച വ്യക്തിയും ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യ നിഘണ്ടു, അതുപോലെ വ്യാകരണ ഗ്രന്ഥം എന്നിവ തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് ജോഹാൻ ഏണസ്റ്റ് ഹാൻസ്ലീഡൻ. അതുപോലെ ആദ്യമായി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അദ്ദേഹമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം
ആരംഭിക്കുന്നതും. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം തയ്യാറാക്കിയ വ്യക്തിയാണ് ഫാദർ ക്ലെമന്റ് പിയാനിയസ്. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? നമുക്ക് നോക്കാം ഓപ്ഷൻസ്. തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം. അടുത്തത്, തിരുവിതാംകൂറുകാർക്ക് എന്നത് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമാണ്. അടുത്ത ഓപ്ഷൻ, 1896 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടത്. അടുത്ത ഓപ്ഷൻ, മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2 കറക്റ്റായിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുപോലെ തിരുവിതാംകൂറുകാർക്ക് എന്നത് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമാണ്. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891 ജനുവരി 1. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് 1891 ജനുവരി 1. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച വ്യക്തി KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെക്കുന്നത് KP ശങ്കരമേനോൻ, മൂന്നാമതായിട്ട് ഒപ്പുവെക്കുന്ന വ്യക്തി ഡോക്ടർ പൽപു ആണ്. മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 1028. മലയാളി മെമ്മോറിയലിലെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപു, കാവാലം നീലകണ്ഠൻ പിള്ള എന്നിവരാണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ സാഹിത്യകാരനാണ് CV രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയവർ ചേർന്ന് ഒപ്പുവെച്ച മെമ്മോറിയൽ അറിയപ്പെടുന്നത് എതിർ മെമ്മോറിയൽ എന്നാണ്. മലയാളി മെമ്മോറിയലിനെതിരെ ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ, തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയവർ ചേർന്ന് ഒപ്പുവെച്ച മെമ്മോറിയൽ അറിയപ്പെടുന്നത് എതിർ മെമ്മോറിയൽ എന്നാണ്. എതിർ മെമ്മോറിയൽ ഏറ്റുവാങ്ങിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ദിവസം 1891 ജൂൺ 3. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കണക്റ്റിംഗ് ഫാക്ട്സുമാണ്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.